ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണാലിസം ഇൻ ഇന്ത്യയിലെ ഡിഫറിങ് സ്ട്രാൻഡ്സ് വിതിൻ ദി മൂവ്മെൻ്റ് ആണ്. ഡിഫറിങ് സ്ട്രാൻഡ്സ് വിതിൻ ദി മൂവ്മെൻറ്റ് അത് വന്നിട്ട് മൂവ്മെൻ്റ് ആണ്. അത് നമ്മുടെ പേജ് നമ്പർ 34 ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം, നോൺ കോർപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ ജനുവരി 21 ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന നമ്മുടെ മൂവ്മെൻറ്റ് നോൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം വിവിധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ എങ്ങനെയാണിത് വ്യാപിച്ചത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എങ്ങനെയായിരുന്നു. ഓക്കെ, അത് നമ്മൾ ആദ്യം നോക്കുന്നത് ദ മൂവ്മെൻറ്റ് ഇൻ ദി ടൗൺ ആണ്. പട്ടണ പ്രദേശങ്ങളിൽ ഇതെങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ദ മൂവ്മെൻറ്റ് ഇൻ ദി ടൗൺസിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് മിഡിൽ ക്ലാസ് ആയിരുന്നു കൂടുതലായിട്ടും ഇതിൽ പങ്കെടുത്തിരുന്നത്. ദ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മിഡിൽ ക്ലാസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിറ്റീസ്. Thousands of students left government-controlled schools and colleges. Headmasters and teachers resigned. Lawyers gave up their legal practice. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന പഴയ പോലെ തന്നെ നമ്മുടെ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ. അതായത് നഗരങ്ങളിൽ മധ്യവർഗക്കാർ ആയിരുന്നു. അവരിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ, അധ്യാപകർ, അഭിഭാഷകർ, പ്രൊഫസേഴ്സ് ഉൾപ്പെടെ വലിയ തോതിൽ ആളുകൾ ഇതിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളും കോളേജുകളും വേണ്ടാന്ന് വെച്ചു വിട്ടു. അധ്യാപകർ രാജിവെച്ചു. അഭിഭാഷകർ കോടതികളിൽ കേസ് വാദിക്കുന്നത് നിർത്തിവെച്ചു. മാത്രമല്ല വിദേശ വസ്ത്രങ്ങൾ അവർ വേണ്ട എന്ന് വെച്ചു. ദ ഇഫക്റ്റ് നോൺ കോർപ്പറേഷൻ ഓൺ ദി ഇക്കണോമിക് ഫ്രണ്ട് വെർ മോർ ഡ്രമാറ്റിക്. ഫോറിൻ ഗുഡ്സ് വെർ ബോയ്ക്കോട്ടഡ്. ലിക്വർ ഷോപ്പുകൾ അവർ പിക്കറ്റ് ചെയ്തു. വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. 1921-22 കാലഘട്ടങ്ങളിൽ വിദേശ നിർമ്മിത തുണികളുടെ വാല്യൂ എന്ന് പറയുന്നത് 102 കോടിയിൽ നിന്ന് 57 കോടിയായിട്ട് എന്ത് ചെയ്തു? കുറയുകയാണ് ഉണ്ടായത്. 102 crores നിന്ന് 57 crores ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇനി ഇന്ത്യയിലെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രചാരം വർദ്ധിച്ചു. എന്നാൽ ഖാദിയുടെ വില കൂടുതലായതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾക്ക് അത് വാങ്ങാനായിട്ട് കഴിഞ്ഞില്ല. മാത്രവുമല്ല ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് പകരം ഇന്ത്യൻ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടി വന്നു. പക്ഷെ അതിന് കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പട്ടണ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുകയായിരുന്നു ഉണ്ടായത്? ക്ഷീണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് പങ്കെടുത്തു. പിന്നെ അത് പ്രധാനമായും ഹെഡ് മാസ്റ്റേഴ്സ്, ലോയേഴ്സ് ആയിരുന്നു ഉണ്ടായത്. ഇക്കണോമിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ ക്ലോത്തിൻ്റെ ഗുഡ്സൊക്കെ ഭയങ്കര വില കുറഞ്ഞതായിരുന്നു. സോ കൈത്തറിയുടെ വില കൂടുതലായിരുന്നു. പിന്നെ ഇതൊക്കെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടണ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഈ പറയുന്ന പ്രസ്ഥാനം ക്ഷീണിക്കുകയാണ് ഉണ്ടായത്. ഇനി ഗ്രാമപ്രദേശങ്ങളിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലും കർഷക വിഭാഗങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ വൻതോതിൽ പങ്കെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ അതെന്ന് പറയുന്ന സ്ഥലത്ത് കർഷകരെ ബാബ രാമചന്ദ്രയാണ് നയിച്ചത്. അദ്ദേഹം ഒരു സന്യാസി ആയിരുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? കർഷകരെ നയിച്ചത്. ആ സമയത്ത് ഭയങ്കരമായിട്ട് സ്ഥലമുള്ള ഒരുപാട് ഭൂസ്വത്തുള്ള ആളുകളെ നമ്മൾ താലൂക്ക്ദാസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ താലൂക്ക്ദാസ് എന്ത് ചെയ്തു? അവർ പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? റവന്യൂ വാങ്ങി. വലിയ വലിയ പൈസ നികുതിയായിട്ട് അവർ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് വേതനമില്ലാതെ തന്നെ അല്ലെങ്കിൽ ശമ്പളമില്ലാണ്ട് അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു. കൂലിയില്ലാണ്ട് ജോലി ചെയ്യേണ്ടി വന്നു. അതിനെ അവർ ബേഗാർ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ വന്ന ഭൂമി പിടിച്ചെടുക്കൽ, ഉയർന്ന നികുതി, അതായത് ഈ വലിയ ആളുകൾ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുന്നു. ഉയർന്ന നികുതി, ഇതൊക്കെ അവർ എന്തിലേക്ക് നയിക്കുകയാണ്? സമരത്തിലേക്ക് നയിച്ചു. അതുപോലെ നായ്, ധോബി, അന്താസ് ഇവരൊക്കെ എന്ത് ചെയ്തു? ഇവരുടെ സർവീസുകൾ നിർത്തിവെച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 1920 ജൂണിൽ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഈ ഗ്രാമപ്രദേശങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. എവിടെ എത്തി? അവധിലെത്തി വില്ലേജ്
ഗ്രാമവാസികളുമായിട്ടും കൃഷിക്കാരുമായിട്ടുമൊക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് അവർ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഔദ് കിസാൻ സഭ എന്ന് പറയുന്ന ഒരു സംഭവം സെറ്റപ്പ് ചെയ്തു. ഔദ് കിസാൻ സഭ ഒക്ടോബർ മാസത്തിൽ കൃഷിക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടി നിൽക്കാനായിട്ടൊരു പ്രസ്ഥാനം അവർ തുടങ്ങി. പ്രസ്ഥാനം എന്തു ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. വിത്തിൻ മന്ത്സിൽ തന്നെ അതൊരു 300 ബ്രാഞ്ചസ് വരെ ഇതിന് ഉണ്ടായി. വില്ലേജിൽ ഏകദേശം എല്ലാ വില്ലേജുകളിലേക്കും ഇതെന്ത് ചെയ്തു? വ്യാപിച്ചു. അങ്ങനെ പ്രസ്ഥാനം ഇങ്ങനെ ശക്തിപ്പെട്ട് വന്നതോട് കൂടിയിട്ട് താലൂക്ക്ദാർമാരുടെ വീടുകൾ എന്തു ചെയ്തു? ആക്രമിക്കപ്പെട്ടു. ഇവർ മാർക്കറ്റുകൾ ആക്രമിച്ചു, സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. ഗാന്ധിജിയുടെ പേര് പറഞ്ഞിട്ട് നികുതി അടയ്ക്കേണ്ടതില്ല, ഭൂമി പാവങ്ങൾക്കും ലഭിക്കും എന്നൊക്കെ ഇവരെന്ത് ചെയ്തു? പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 36 ഇനി ട്രൈബൽസ്, ഗോത്ര വർഗങ്ങളുടെ പങ്കാളിത്തം. അതും വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഗോത്രവർഗങ്ങൾക്കും സ്വരാജ് എന്ന ആശയം തങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യണമായിരുന്നു? വ്യാഖ്യാനിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഗൂഡേ മലനിരകളിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ആന്ധ്രാപ്രദേശിലെ ഗൂഡേ മലനിരകളിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് അല്ലൂരി സീതാരാമരാജു ആണ്. ഓക്കെ, അല്ലൂരി സീതാരാമരാജു. ഓക്കെ, ഇനി ഈ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ ഒരു ഇത് വന്നതോട് കൂടിയിട്ട് ഇത് ചെയ്തു? ബ്രിട്ടീഷുകാർ വനം അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാക്കി. ഒക്കെയാണല്ലോ, ബ്രിട്ടീഷുകാർ വനം അടച്ചുപൂട്ടി. അതായത് ജനങ്ങൾക്ക് മൃഗങ്ങളെ മേയ്ക്കാനോ മരം ശേഖരിക്കാനോ ഇന്ധനം ശേഖരിക്കാനോ ഒക്കെ കഴിയാണ്ട് വന്നു. അതുമാത്രവുമല്ല, അവർ ജനങ്ങളെ എന്തിനു നിർബന്ധിച്ചു? അവർ ജനങ്ങളെ when the government began forcing them to contribute ബേഗാർ ഫോർ റോഡ് ബിൽഡിംഗ്, അവിടെ കൂടി റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ബേഗാറിന് നിർബന്ധിച്ചു. ബേഗാർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യുക? ബേഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങാതെ തന്നെ പൈസ കൊടുക്കാതെ കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ബേഗാറും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കോപം, അവർ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന അല്ലൂരി സീതാരാമരാജു പറയുന്നുണ്ട്, എന്താണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് ആയുധ സമരത്തിലൂടെയാണ് സാധ്യമാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അദ്ദേഹം ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് വയലൻസ് ആയിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ എന്ത് ചെയ്തു? ഇനി ഈ പറയുന്ന രാജുവും അനുയായികളും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു, ബ്രിട്ടീഷുകാരെ കൊന്നു. ഇവർ ഗറില്ല യുദ്ധം നടത്തി. ഗറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടുകളിലൊക്കെ ഒളിച്ചിരുന്നിട്ട് അവരേത് സിറ്റുവേഷനിലാണോ അതുമായിട്ട് ഇവരുടെ ചേഞ്ച് വരുത്തിയിട്ട്, കാടുകളിലാണെങ്കിൽ പച്ച ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പുല്ലുകൾ കൊണ്ടൊക്കെ പൊതിഞ്ഞിട്ട് ഒളിഞ്ഞിരുന്നിട്ട് അവർ യുദ്ധം ചെയ്തു. അതിനെയാണ് ഈ ഗറില്ല യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? 1924 അദ്ദേഹത്തിനെ പിടിക്കുകയും പിന്നീട് കൊല്ലുകയുമായിരുന്നു, വധിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ജനമനസ്സുകളിൽ ഈ പറയുന്ന അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്ന വ്യക്തി എന്തായി? ഒരു നായകനായിട്ട് മാറി. ഇനി നെക്സ്റ്റ് വരുന്നത് സ്വരാജ് ഇൻ ദി പ്ലാന്റേഷൻസ് ആണ്, തോട്ടം തൊഴിലാളികളുടെ പ്രസ്ഥാനം. നമുക്കറിയാം, ഈ പറയുന്ന തോട്ടം തൊഴിലാളികൾക്കിടയിലും സ്വരാജ് എന്ന് പറയുന്നത് വേണമായിരുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് വേറിട്ടതായിരുന്നു. കാരണം അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ വേറൊരു തരത്തിലായിരുന്നു. ഓക്കെ, അസാമിലെ ചായത്തോട്ട തൊഴിലാളികൾക്കും സ്വരാജിൻ്റെ അർത്ഥം വേറിട്ടതായിരുന്നു. ദെൻ അതുകൊണ്ട് എന്താണ്, ഈ പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഇൻലാൻഡ് ഇമിഗ്രേഷൻ ആക്ട് 1859 ആക്റ്റാണ്. അതുപ്രകാരം എന്താണ്? ഇൻലാൻഡ് ഇമിഗ്രേഷൻ ആക്ട് 1859 പ്രകാരം, ഇത് പ്രകാരം തൊഴിലാളികൾക്ക് തോട്ടങ്ങളിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അസഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്? അവർ വിചാരിച്ചത് തോട്ടങ്ങളിൽ നിന്ന് ഇവർക്ക് പോവാം, ഗാന്ധിജി ഇവർക്ക് സ്ഥലം കൊടുക്കും എന്നായിരുന്നു. ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു എന്ന് അറിയും? ആയിരങ്ങൾ, അതായത് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ
ഈ നിയമം, ഏത് നിയമം? ഇൻലാൻഡ് ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറയുന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് തോട്ടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവർ വിചാരിച്ചത് എന്താണെന്നറിയോ? അവർ കരുതിയത് ഗാന്ധി രാജ് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വന്തം ഗ്രാമങ്ങളിൽ ഭൂമി ലഭിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവർ വഴിമധ്യേ പോലീസും സൈന്യവും അവരെ എന്ത് ചെയ്തു? പിടികൂടുകയാണ് ഉണ്ടായത്. പിടികൂടിയിട്ട് അവരെ ഒരുപാട് ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിൻ്റെ മാത്രമല്ല, അത് കൂടാതെ ഗോരഖ്പൂരിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് സമാധാനപരമായിട്ടുള്ളൊരു പ്രകടനം നടത്തുകയുണ്ടായി. ഇത് പോലീസുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ്. ചൗരി ചൗരയിൽ 1922 അങ്ങനെ വലിയ സംഘർഷമായി കഴിഞ്ഞപ്പോൾ പോലീസുകാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. കാരണം ഗാന്ധിജിയുടെ നിലപാട് സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നോൺ വയലൻസ് ആണ്. അത് വയലൻസിലേക്ക് പോകുകയാണെങ്കിൽ അത് ശരിയായ മാർഗമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഓരോ വിഭാഗങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ്. ചൗരി ചൗര സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.